എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെയാണ്. അപ്പോൾ ഇതുവരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ കോളേജുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളും മാത്രമേ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവൂ. കാരണം താല്പര്യമില്ലാതെ കോളേജ് കോഴ്സുകൾ വെറുതെ ഓപ്ഷൻസ് ആയിട്ട് നൽകേണ്ടതില്ല. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടും എന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളും മാത്രം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. വിദ്യാർത്ഥികൾക്ക് ഇവിടെ വെബ്സൈറ്റിൽ തന്നെ വേക്കൻസീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കോളേജിലും ഏതൊക്കെ കോഴ്സുകൾക്ക് കാറ്റഗറി തിരിച്ചുകൊണ്ട് എത്ര വേക്കൻസീസ് ഉണ്ട് എന്നുള്ളത് വെബ്സൈറ്റിൽ ആ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നലെ വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 31/12/2024. അപ്പോൾ അവിടെ ആ ഒരു PDF-ൻ്റെ ആ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് വേക്കൻസി ഫോർ സ്പോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ വേക്കൻസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് 30/12/2024 ആ ഒരു സമയം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസീസാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ ഓരോ കോളേജിലും വിവിധ കോഴ്സുകളിൽ ആ ഒരു സെയിം കോഴ്സ് തന്നെ ആയിരുന്നാലും അതിലെ വിവിധ കോട്ടയിലെ വേക്കൻസി പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ SM എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റ് വഴി അഡ്മിഷൻ നടത്തുന്ന സീറ്റാണ് SM എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏതൊരു വിദ്യാർത്ഥിക്കും ആ ഒരു സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുന്നതാണ്. എന്നാൽ ചില കോളേജിൽ നിങ്ങൾക്ക് LC അതുപോലെ ST, DB, VK, KN എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത് ആ ഒരു റിസർവേഷൻ കാറ്റഗറിയിൽ ഉള്ള സീറ്റാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താം. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ മറ്റൊരു കോളേജിലേക്ക് മാറ്റത്തിനായിട്ട് അപേക്ഷിക്കുകയും അവർക്ക് മറ്റൊരു കോഴ്സിലേക്ക് കിട്ടുകയാണ് എങ്കിൽ നിങ്ങളെ ആ ഒരു സീറ്റിലേക്ക് പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള ഏതൊരു കോളേജിലും ഏതൊരു കോഴ്സിലേക്കും നിങ്ങൾക്ക് വേക്കൻസി നോക്കാതെ തന്നെ ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചില കോളേജിൽ ഇതുപോലെ അഡീഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ അഡീഷണലായിട്ട് അനുവദിച്ചിട്ടുള്ള സീറ്റുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അഡീഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ ചില കോഴ്സിൻ്റെ വേക്കൻസീസിൻ്റെ ഭാഗത്ത് ഇതുപോലെ ചുവപ്പ് കളറിലായിട്ട് PD എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. PD എന്ന് പറഞ്ഞാൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, അതായത് അംഗവൈകല്യമുള്ള വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നും ആ ഒരു സീറ്റിലേക്ക് അലോട്ട്മെൻറ്റ് നടത്തുന്ന സീറ്റുകളാണ് ഈ ഒരു PD എന്ന് പറഞ്ഞുകൊണ്ട് ചുവപ്പ് കളറിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചതായിരുന്നു എന്താണ് PD അതുപോലെ അഡീഷണൽ എന്താണ് എന്നുള്ളത്. PD എന്ന് പറഞ്ഞാൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, അതായത് അംഗവൈകല്യമുള്ള വിദ്യാർത്ഥികളാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള റിസർവ് സീറ്റുകളാണ് ആ ഒരു PD എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സീറ്റിലേക്ക് ആ ഒരു വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളെ മാത്രമാണ് കൺസിഡർ ചെയ്യുക. അതുപോലെ അഡീഷണൽ സീറ്റിൽ ഏതൊരു വിദ്യാർത്ഥികളെയും പരിഗണിക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടും എന്നുറപ്പുള്ള കോളേജുകളും കോഴ്സുകളും മാത്രം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റ്, അതായത് ഇവിടെ അഡീഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത് മാനേജ്മെൻറ്റ് സീറ്റ് ആയിരിക്കും. അപ്പോൾ അത് മാനേജ്മെൻറ്റ് ആ ഒരു സീറ്റിലേക്ക് അലോട്ട്മെൻറ്റ് നടത്തുന്നതിലേക്കായിട്ട് LBSന് വേണ്ടി വിട്ടു നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഓൺലൈൻ അഡ്മിഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സീറ്റ് സറണ്ടർഡ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ വന്നിട്ടുള്ള വേക്കൻസീസാണ് അഡീഷണൽ വേക്കൻസീസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്നുറപ്പുള്ള ഏതൊരു കോളേജും കോഴ്സും നിങ്ങൾക്ക് ഓപ്ഷൻ ലിസ്റ്റിൽ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകേണ്ടത് ഈ ഒരു രീതിയിലാണ്. അതായത് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ID നൽകുക, പാസ്വേഡ് നൽകുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങൾക്ക് താഴെയായിട്ട് കാണാൻ സാധിക്കും ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് നമ്പർ 5 എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഉള്ള ആ ഒരു രജിസ്റ്റർ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള അവസരമുള്ളത്. അതിനുശേഷം നിങ്ങൾക്കിവിടെ
candidate who got admission in any self-finance colleges will consider for the other colleges only if they have submitted NOC. അതായത് നിങ്ങൾ NOC സർട്ടിഫിക്കറ്റ് സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ നിങ്ങൾ NOC ആ ഒരു കോളേജിൽ നിന്ന് നൽകിയിട്ടുള്ള അതായത് ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് നോ ഒബ്ജക്ഷൻ കം പൊസഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ്, അതായത് PDF ഫോമാറ്റിൽ 500 KB സൈസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു PDF ഫയൽ, അതായത് NOCയുടെ PDF ഫയൽ 1 MB കൂടുതലൊക്കെ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ 500 KB കൂടുതലൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് PDF കംപ്രസർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നെറ്റിൽ സെർച്ച്, അതായത് ഗൂഗിൾ ബ്രൗസറിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു PDF കംപ്രസർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ, അതായത് വെബ്സൈറ്റ് കിട്ടും. അതുവഴി നിങ്ങൾക്ക് PDFനെ കംപ്രസ് ചെയ്ത് ഈ ഒരു 500 KB താഴെ സൈസിലേക്ക് മാറ്റാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്ത് അത് ചൂസ് ചെയ്ത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നീട് ഇവിടെ കാണുന്ന പച്ച അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയൊന്നും കാണിക്കില്ല. അവൈലബിൾ കോളേജസ് ഓർ കോഴ്സ് ഓപ്ഷൻസ് എന്നുള്ളത് മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ NOC അപ്ലോഡ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകാം. ഇവിടെ SC/ST ഓൺലി എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോളേജിൽ ആ ഒരു വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ മാത്രമേ കൊടുക്കേണ്ടതായിട്ടുള്ളൂ, ഓപ്ഷൻ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിലേക്കും കോളേജുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകാം. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് നൽകി സേവ് ചെയ്യുക. ഇവിടെയുള്ള സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സ് ഓപ്ഷൻസിൽ നിലവിൽ നിങ്ങൾക്ക് നോ ഓപ്ഷൻ സെലക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെലക്ട് ചെയ്ത കോളേജ് കോഴ്സ് ലിസ്റ്റ് ഇവിടെ വരുന്നതാണ്. ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ നേരെയുള്ള റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സേവിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ റിമൂവ് ചെയ്യണം എങ്കിൽ അതിനനുസരിച്ച് ആ ഒരു ഓപ്ഷനുകൾ റിമൂവ് ചെയ്ത് കൊടുത്ത് റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്ത ശേഷം സേവ് ചെയ്യുക. പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യണമെങ്കിലും ഇതേ രീതിയിൽ തന്നെ ആ ഒരു ബോക്സിൽ ഓപ്ഷൻ നമ്പർ നൽകി നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നൽകാൻ സാധിക്കുക. അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.